ചൈനയിലെ ഒരു ഗ്രാമം. അവിടെ വൃദ്ധരായ 3 സഹോദരങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. പ്രായമേറെ ചെന്നതുകൊണ്ട് അവർക്ക് 3 പേർക്കും കാഴ്ച കുറവായിരുന്നു. സഹോദരങ്ങളിൽ ഏറ്റവും മൂത്തയാളായിരുന്നു കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഒരു ദിവസം ഏറ്റവും ഇളയ സഹോദരൻ മറ്റ് 2 പേരോടുമായി പറഞ്ഞു, മൂത്ത ജ്യേഷ്ഠൻ്റെ കണ്ണിൻ്റെ കാഴ്ച വളരെ കുറഞ്ഞു. അതുകൊണ്ട് പണമിടപാടുകളിൽ പലപ്പോഴും തെറ്റുവരാൻ ഇടയുണ്ട്. നിങ്ങൾ 2 പേർക്കും സമ്മതമാണെങ്കിൽ പണം ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം. അപ്പോൾ രണ്ടാമത്തെ സഹോദരൻ പറഞ്ഞു, നിന്റെ സംസാരം കേട്ടാൽ തോന്നും നിന്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ടെന്ന്. കണ്ണിൻ്റെ കാഴ്ചശക്തി നോക്കിയാണ് പണം കൈകാര്യം ചെയ്യുന്ന ആളെ തീരുമാനിക്കുന്നതെങ്കിൽ അതിനുള്ള അർഹത എനിക്കാണ്. നിങ്ങൾ 2 പേരെക്കാളും നന്നായി എനിക്ക് കാണുവാൻ സാധിക്കും. ഇക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മൂത്ത സഹോദരൻ പറഞ്ഞു, എനിക്കുള്ളിടത്തോളം കാഴ്ചശക്തി നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ മൂത്ത സഹോദരൻ്റെ ഈ അവകാശവാദം സമ്മതിച്ചു കൊടുക്കാൻ മറ്റ് 2 പേർ തയ്യാറായില്ല. അപ്പോൾ മൂത്തയാൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമ്മുടെ കാഴ്ചശക്തി നമുക്കൊന്ന് പരീക്ഷിച്ച് കളയാം. നമ്മുടെ അടുത്തുള്ള ആശ്രമത്തിൻ്റെ പ്രധാന കവാടത്തിന് മുകളിൽ ഇന്ന് വൈകുന്നേരം എന്തോ ഒരു ഫലകം സ്ഥാപിക്കുന്നുണ്ട് എന്ന് കേട്ടു. നാളെ നമുക്ക് അവിടെ പോയി ആ ഫലകം വായിക്കാൻ ശ്രമിക്കാം. ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ വായിക്കുന്നയാൾക്ക് നമ്മുടെ പണമിടപാട് കൈകാര്യം ചെയ്യുന്ന ജോലി നൽകാം. ഈ നിർദ്ദേശം മറ്റ് 2 പേർക്കും സ്വീകാര്യമായിരുന്നു. അപ്പോൾ മൂത്ത സഹോദരൻ പറഞ്ഞു, നിങ്ങൾ വേഗം വയലിൽ പോയി ജോലികൾ പൂർത്തിയാക്കുക. ഇളയ അനുജന്മാർ വയലിൽ പോയ അവസരം നോക്കി മൂത്ത സഹോദരൻ ആശ്രമത്തിലെത്തി. അവിടുത്തെ ഒരു സന്യാസിയോട് ചോദിച്ചു, പ്രധാന കവാടത്തിൽ ഒരു ഫലകം സ്ഥാപിക്കുന്നു എന്ന് കേട്ടല്ലോ, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയാമോ? സന്യാസി പറഞ്ഞു, കൺഫ്യൂഷ്യസിൻ്റെ ഒരു ആപ്തവാക്യമാണത്. അതിപ്രകാരമാണ്, എപ്പോഴും സത്യസന്ധത പാലിക്കുക. തൻ്റെ മിടുക്കിനെ സ്വയം അഭിനന്ദിച്ചുകൊണ്ട് മൂത്ത സഹോദരൻ മടങ്ങിപ്പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സഹോദരൻ ഒളിഞ്ഞും പാത്തും ആശ്രമത്തിലെത്തി. സന്യാസിയോട് ചോദിച്ചു, പ്രധാന കവാടത്തിന് മുകളിൽ സ്ഥാപിക്കുവാൻ പോകുന്ന ഫലകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പറയാമോ? അപ്പോൾ സന്യാസി മൂത്ത സഹോദരൻ നൽകിയ അതേ മറുപടി നൽകി. രണ്ടാമത്തെ സഹോദരൻ ചോദിച്ചു, ഫലകത്തിലെ വാചകത്തിന് ചുറ്റിലും എന്തെങ്കിലും അലങ്കാരപ്പണിയുണ്ടോ? ഫലകത്തിലെ വാചകത്തിന് ചുറ്റുമായി ചെറിയ പുഷ്പങ്ങളുടെ ചിത്രം വരച്ചു ചേർത്തിട്ടുണ്ട്. സന്യാസി മറുപടി പറഞ്ഞു. രണ്ടാമത്തെ സഹോദരനും സ്വയം അഭിനന്ദിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ സഹോദരൻ ആശ്രമത്തിലെത്തി. അയാൾ കണ്ടത് മറ്റ് 2 കണ്ട സന്യാസിയെ തന്നെ. അവർ ചോദിച്ച ചോദ്യമാണ് സന്യാസിയോട് അയാളും ചോദിച്ചത്. മറ്റു 2 പേർക്കും നൽകിയ ഉത്തരം തന്നെ സന്യാസി അയാൾക്കും നൽകി. അപ്പോൾ മൂന്നാമൻ സന്യാസിയോട് ചോദിച്ചു, ഫലകത്തിൽ ആപ്തവാക്യം കൂടാതെ മറ്റെന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഉണ്ട്, ഫലകം ദാനം ചെയ്ത ആളായ വാഗ്ലിയുടെ പേര് അടിയിൽ ചേർത്തിട്ടുണ്ട്, സന്യാസി പറഞ്ഞു. മൂന്നാമനും സ്വയം അഭിനന്ദിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. പിറ്റേ ദിവസം 3 പേരും ആശ്രമത്തിലേക്ക് പോയി. പ്രധാന കവാടത്തിനടുത്തെത്തുന്നതിന് മുമ്പേ മൂത്ത സഹോദരൻ പറഞ്ഞു, ഫലകത്തിലെ വാചകം എനിക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. എപ്പോഴും സത്യസന്ധത പാലിക്കുക എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഉടനെ രണ്ടാമൻ പറഞ്ഞു, ചേട്ടൻ്റെ കാഴ്ചശക്തി ഞാൻ പ്രതീക്ഷിച്ചതിലും മെച്ചമാണ്. എങ്കിലും ഫലകത്തിലെ വാചകത്തിന് ചുറ്റുമുള്ള ചിത്രപ്പണി ചേട്ടന് കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ. എന്ത് ചിത്രപ്പണി? മൂത്ത സഹോദരൻ ചോദിച്ചു. രണ്ടാമൻ പറഞ്ഞു, പൂക്കൾ കൊണ്ടുള്ള ചിത്രപ്പണി. നിങ്ങൾ 2 പേരുടെയും കാഴ്ച മെച്ചം തന്നെ. മൂന്നാമൻ പറഞ്ഞു, എന്നാൽ ഫലകത്തിനടിയിൽ അത് ദാനം ചെയ്തയാളിൻ്റെ പേരുണ്ട്, അത് നിങ്ങൾ കണ്ടില്ലല്ലോ, കഷ്ടം. ആരുടെ പേരാണത്? മറ്റ് 2 സഹോദരങ്ങൾ ഒരേ സമയം ചോദിച്ചു. ഫലകം ദാനം ചെയ്ത വാഗ്ലിയുടെ പേരാണത്. മൂന്നാമൻ വലിയ ഗമയിൽ പറഞ്ഞു. അപ്പോഴാണ് സന്യാസി അവിടേക്ക് കടന്നു വന്നത്. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ഫലകം കാണാൻ വന്നതാണല്ലേ? ക്ഷമിക്കണം, ഇന്നലെ അത് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് വൈകുന്നേരമേ അത് ഇവിടെ സ്ഥാപിക്കൂ.